പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിക്കഴിഞ്ഞു. കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. രസകരമായ ഒരു കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷകൾ ശരിവെക്കുന്നത് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും. ആദ്യ 45 മിനിറ്റിന്റെ പ്രതികരണം എത്തിയപ്പോൾ തന്നെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ അവർ പറഞ്ഞു. കാരണം ഗംഭീരമായ കോമഡി അത് വർക്കൗട്ടായി. ഗുരുവായൂർ അമ്പലനടയുടേത് മികച്ച ഒരു ആദ്യ പകുതിയാണെന്ന അഭിപ്രായങ്ങൾ ലഭിക്കുന്നു എന്ന് ചിത്രം കണ്ടവർ ഒരേപോലെ തന്നെ വ്യക്തമാക്കി. പൃഥ്വിരാജും ബേസിൽ ജോസഫ് കോംബോ ചിത്രത്തിൽ വർക്കായിരിക്കുന്നു എന്നതാണ് പ്രതികരണങ്ങൾ തെളിയിക്കുന്നത്. ചിരി നിറയുന്ന ഒരു രസകരമായ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനട. ഒരു വമ്പൻ ഹിറ്റിനുള്ള സാധ്യതയുണ്ടെന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലെ കോമഡിയൊക്കെ കണ്ട് തലകുത്തി മറഞ്ഞു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ മറ്റൊരു ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൂടി മോളിവുഡിൽ പിറക്കുകയാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ആദ്യത്തെ 45 മിനിറ്റ് സൂപ്പർ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഗുരുവായൂർ അമ്പലനടയിലേക്ക് കൈയടിക്കുകയാണ്. പ്രത്യേകിച്ചും കൈയടിക്കുന്നത് കോമഡിക്ക് തന്നെ. പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് കോമഡി ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നതും. ബേസിലിന്റെ തൂക്ക് ഒരു ഭാഗത്ത്. ബേസിൽ ഇത് ഒരു നിസ്സാര കാര്യമാണെന്ന കാര്യം നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാകും. ബേസിൽ ഇത് നേരത്തെയും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. കോമഡിക്ക് ഗംഭീര കേടി, കൂടെയുള്ള സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ബിപിൻ ദാസ് എന്ന സംവിധായകന്റെ ഗംഭീര മേക്കിംഗ് അത് തന്നെയാണ് ജയക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കിട്ടാൻ കാരണമാകുന്നതും. എന്തായാലും ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഗംഭീര എന്റർടൈനർ ആണെന്ന് വിധി എഴുതി കഴിഞ്ഞു. ഈ മാസത്തെ ആദ്യ വിന്നർ മോളിവുഡിൽ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ചിത്രത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത്. ഒരു കംപ്ലീറ്റ് ഫൺ പാക്കേജ് ആണ് ഈ ചിത്രം. ഗുരുവായൂർ അമ്പലനടയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ബേസിലിന്റെയും പൃഥ്വിരാജിന്റെയും തന്നെയാണ്. അവരാണ് ഈ ചിത്രത്തെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും. കൂടാതെ ഒപ്പം വരുന്ന കാസ്റ്റും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചതോടെ ഒരു ഗംഭീര എന്റർടൈനിങ് ചിത്രമായി ഈ ചിത്രം മാറിക്കഴിഞ്ഞു. ഒരു എക്സലന്റ് ഫസ്റ്റ് ഹാഫും അതിന്റെ കൂടെ എത്തുന്ന ഒരു മികച്ച സെക്കൻഡ് ഹാഫും, അതോടുകൂടി ഈ ചിത്രം ഒരു ഗംഭീര ഫൺഫിൽഡ് എന്റർടൈനറായി മാറിക്കഴിഞ്ഞു. എല്ലാവരും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുക തന്നെയാണ്. ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എത്തുന്നു. ജയ ഹേ എന്ന ചിത്രത്തിന് ശേഷം ബിപിൻ ദാസ് പടം, ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജിന്റെ പടം, ബേസിൽ ജോസഫ്, അനശ്വര, നിഖില വിമൽ, ദീപു പ്രദീപന്റെ തിരക്കഥ, ഇത്രയും മതിയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കാണുവാൻ. ബേസിൽ ജോസഫ് അവതരിപ്പിച്ച വിനുവിന്റെ കല്യാണം ഒരുക്കങ്ങളോടെ തുടങ്ങുകയാണ് സിനിമ. അളിയനായി വരുന്നത് പൃഥ്വിരാജിന്റെ അനന്തൻ. ശരിക്കും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് ചിത്രം. ത്രൂ ഔട്ട് എന്റർടൈനർ ആണ് സിനിമ. പൃഥ്വി എങ്ങനെ കോമഡി ചെയ്യും എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അതിൽ മൊത്തം സിറ്റുവേഷണൽ കോമഡിയാണ്. അത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകതയും. ബിപിൻ ദാസും ദീപു പ്രദീപും ഇവരാണ് താരം. മേക്കിംഗ് ആൻഡ് സ്ക്രിപ്റ്റ് ഒരു രക്ഷയുമില്ല. വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ പടം കോടികൾ വാരും എന്നത് ഉറപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തിക്കഴിഞ്ഞു.